രക്ഷയുടെ പാതയിൽ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാവരും ആക്ടിവിറ്റി ചെയ്തോ? പഠിച്ചോ എല്ലാവരും? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? ശ്ലൈഹികമായ സഭയെക്കുറിച്ച്. സഭ ശ്ലൈഹികമാണ്. അതിന്റെ തുടർച്ചയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം. ഈശോയെ, അങ്ങയുടെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ ഈ പുതിയ ആഴ്ചയിൽ സന്തോഷത്തോടെ സ്നേഹത്തോടെ സമർപ്പിക്കുന്നു. അങ്ങയുടെ കുഞ്ഞുമക്കളായി വളരാൻ ആഗ്രഹിച്ച് കാത്തു നിൽക്കുന്ന ഈ മക്കളുടെ അടുത്തേക്ക് അങ്ങ് കടന്നു വരണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ഞങ്ങളെ പഠിപ്പിച്ചു തരണമേ. ആമേൻ. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചതിന്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മൾ മെത്രാന്മാരുടെ കാര്യത്തെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചു. മെത്രാന്മാർ ആരുടെ പിൻഗാമികളാണ് എന്ന് പറഞ്ഞ് എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ. നോട്ട്ബുക്കിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാവും. എന്താ എഴുതി വെച്ചിരിക്കുന്നത്? സ്ലീഹന്മാരുടെ പിൻഗാമികളാണ് മെത്രാന്മാർ. നമ്മുടെ പള്ളിയിലേക്ക് അഭിവന്ദ്യ പിതാവ് കടന്നു വന്നാൽ ആദ്യം മനസ്സിൽ കാണേണ്ടത് ആരെയാ? ഈശോയുടെ 12 ശിഷ്യന്മാര്, പ്രത്യേകിച്ചും തോമാസ് ലീഹ. അവരെ പറഞ്ഞു വിട്ടത് ആരാ? ഈശോ. ഒരു ദൈവീകമായ കണ്ണുകളോട് കൂടി വേണം നമ്മുടെ അഭിവന്ദ്യ പിതാക്കന്മാരെ നമ്മൾ നോക്കാൻ. ആ ഒരു പാരമ്പര്യം ഇന്നും നമ്മുടെ സഭയ്ക്കുണ്ട്. അത് അഭിമാനമുണ്ട് നമുക്ക്. പ്രത്യേകിച്ച് അഭിവന്ദ്യ പിതാവിന്റെ കുർബാനയായിരുന്നു എന്ന് എൻ്റെ ഓർമ്മയിലുണ്ട്. ചെറുപ്പത്തിലൊക്കെ പള്ളിയിലേക്ക് പോകുമ്പോൾ ഒന്നാമത്തെ കുർബാനയ്ക്ക് അഭിവന്ദ്യ പിതാവായിരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ സങ്കടം. കാരണം അഭിവന്ദ്യ പിതാവ് കുർബാന കഴിഞ്ഞ് പോയി, ഞങ്ങളുടെ കുർബാനയ്ക്ക് വന്നില്ലല്ലോ എന്ന്. ആ ഒരു സന്തോഷം, ആ ഒരു അടുപ്പം ഇന്നും നമ്മുടെ സഭ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അഭിമാനം തോന്നണം. ഇനി മെത്രാന്മാരുടെ ദൗത്യങ്ങളെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഒന്ന് നോട്ട്ബുക്ക് ഒന്ന് മറിച്ചേ. എന്തായിരുന്നു ആ 3 ദൗത്യങ്ങളെ കുറിച്ചൊന്ന് പറഞ്ഞു. അത് തന്നെയാണ് നമുക്ക് ഇന്ന് ആദ്യം പഠിക്കാനുള്ളത്. ആ 3 അക്ഷരങ്ങൾ ഏതൊക്കെയായിരുന്നു? ന എന്ന് പറഞ്ഞാൽ നയിക്കുക. ഒന്നും കൂടി എഴുതി വെക്കുക ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പൊ നമ്മുടെ മനസ്സിലത് തറഞ്ഞു നിൽക്കും. എപ്പോ ചോദിച്ചാലും നമുക്ക് പറയാൻ പറ്റും. നയിക്കുക. 2 പഠിപ്പിക്കുക. 3 വിശുദ്ധീകരിക്കുക. ഇത് 3മാണ് നമ്മുടെ അഭിവന്ദ്യ പിതാക്കന്മാർ ചെയ്യുന്നത്. അവര് വഴി അവരേൽപ്പിച്ച നമ്മുടെ ഇടവക വികാരിമാര് ചെയ്യുന്നത്. നന്മയിലേക്ക്, യേശുവിലേക്ക് നമ്മെ നയിക്കുന്നു. തിരുവചനങ്ങൾ, യേശുവിന്റെ മൂല്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ജീവിതം കൊണ്ടും പ്രസംഗം കൊണ്ടും നമ്മളെ വിശുദ്ധീകരിക്കുന്നു. പ്രത്യേകിച്ചും കൂദാശകൾ അനുഷ്ഠിച്ചുകൊണ്ട് നമ്മുടെ ഇടവക ദേവാലയത്തിൽ കൂദാശകൾ അനുഷ്ഠിച്ചുകൊണ്ട് അഭിവന്ദ്യ പിതാവ് വന്നിട്ടാണെങ്കിലും അച്ഛന്മാര് വഴിയും ഇത് തന്നെ വിശുദ്ധീകരിക്കുക. പ്രത്യേകിച്ചും വിശുദ്ധ കുമ്പസാരം, വിശുദ്ധ കുർബാന. ഈ 3 ദൗത്യങ്ങളാണ് മെത്രാന്മാർക്കുള്ളത്. ഇനി നമ്മൾ ഏറ്റവും അടുത്ത നമ്മളിങ്ങനെ ആദ്യം നമ്മൾ പുരോഹിതരെ കുറിച്ച് പഠിച്ചു. തൊട്ട് മുകളിൽ എന്ന് പറയുന്ന ഒരു ഹയറാർക്കിക്കൽ ഒരു ഓർഡറിൽ ഇങ്ങനെ പറയുന്നേ ഉള്ളൂ കേട്ടോ. തൊട്ട് പിന്നെ അഭിവന്ദ്യ പിതാക്കന്മാർ. അപ്പൊ അഭിവന്ദ്യ പിതാക്കന്മാർ കഴിഞ്ഞു. ഇനി നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ് ആരാ? നമ്മൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കുന്ന അഭിവന്ദ്യ പിതാവിന്റെ പേരെന്ന് പറഞ്ഞേ? കർദിനാൾ. ബാക്കി നിങ്ങൾ പറയും, തുടങ്ങിയാൽ മതി. കർദിനാൾ ഇപ്പോ ജോർജ് ആലഞ്ചേരി മെത്രാപ്പൊലീത്ത. ഈ നമ്മുടെ സീറോ മലബാർ സഭ എന്ന് പറയുന്നത് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയാണ്. ഈ വാക്കുകളൊക്കെ നമ്മൾ പഠിച്ചു വെക്കണേ. അങ്ങനെ മെത്രാപ്പൊലീത്തമാര്, മെത്രാന്മാരുമായ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഓൾട്ടർ ബോയ്സ് ഉണ്ടല്ലോ ഇതിനകത്ത്. നിങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ ചൊല്ലുന്നതല്ലേ മെത്രാപ്പൊലീത്തമാർ. എന്നാ നമ്മുടെ സഭ, ഈ സീറോ മലബാർ സഭ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായത് എന്നായിരിക്കും? നിങ്ങളൊക്കെ ജനിക്കുന്നതിന് മുൻപേ ആയിക്കഴിഞ്ഞു. എന്നാണ് ആ വർഷം ഒന്ന് എഴുതി വെക്കണേ. 1992. 1992 നമ്മുടെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭ സ്ഥാപിതമായത്. അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്തേക്ക് സഭ, സീറോ മലബാർ സഭ ഉയർത്തപ്പെട്ടത്. നമ്മുടെ ആദ്യത്തെ ആർച്ച് ബിഷപ്പ് ആരാ? തമ്പുരാന്റെ സന്നിധിയിലേക്ക് പോയി എങ്കിലും ഒന്ന് പറഞ്ഞേ. മാർ ആന്റണി പടിയറ. എഴുതി വെക്കണം കേട്ടോ. നമുക്ക് നമ്മൾ പഠിക്കണം. നമ്മുടെ പൂർവ്വപിതാക്കന്മാരാണ്, നമ്മളെ നയിച്ചവരാണ്. ഈ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ, അതിലേക്ക് ഞാൻ വരാം. ആ സഭയ്ക്ക് തൊട്ടു മുമ്പ് അല്ലെങ്കിൽ അതിനോട് തത്തുല്യമായ ഒരു പദവിയുള്ള ഒരു സഭയാണ് പാട്രിയാർക്കൽ സഭ. സോ അതാണ് നമ്മൾ പാത്രിയാർക്കീസ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ആദ്യം ഉണ്ടായിരുന്നത്. അതിനോട് തത്തുല്യമായ
അവകാശ അധികാരങ്ങളുള്ള സഭയാണ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ. നമ്മുടെ സീറോ മലബാർ സഭ ഏതിലാണ് പെടാ? ഒന്ന് ഉറക്കെ പറഞ്ഞ എല്ലാവരും. മേജർ, ഒരുമിച്ച് പറ, ഈ വാക്ക് പഠിക്കണം. മേജർ ആർക്കി എപ്പിസ്കോപ്പൽ. അതുകൊണ്ടാണ് നമ്മൾ മേജർ ആർച്ച് ബിഷപ്പ് എന്ന് പറയുന്നത്. ആർച്ച് ബിഷപ്പുമാരുണ്ട് നമുക്ക്, അതിരൂപത അധ്യക്ഷന്മാരൊക്കെ ആർച്ച് ബിഷപ്പുമാരാണ്. അതിനു മുകളിൽ സീറോ മലബാർ സഭയുടെ തലവനാണ്. അങ്ങനെ നമ്മൾ കറുസൂച്ചില്ല, സീറോ മലബാർ സഭയുടെ പിതാവും തലവനുമായ, സഭയുടെ തലവൻ പരിശുദ്ധ പിതാവ് ആന്റണി പടിയറ പിതാവ് 1992 സ്ഥാനമേറ്റത് സഭ. ഈ കാര്യങ്ങൾ ഓർമ്മയിൽ വെക്കണം കേട്ടോ. ക്യുസിന് പോകുന്നവരൊക്കെ എപ്പോഴും ഓർമ്മ വെക്കണം. പ്രത്യേകിച്ച് നിങ്ങളുടെ രൂപതകളിലൊക്കെ ഒരുപാട് ക്യുസ് കോമ്പറ്റീഷൻസ് നടത്തുന്നുണ്ട്. ഇനി പടിയറ പിതാവിന് ശേഷം ആരായിരുന്നു? ഈ അടുത്ത കാലത്ത് നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയി മാർ വർക്കി വിധേയത്തിൽ പിതാവ്. പിതാവ് എന്നാണ് സ്ഥാനമേറ്റത്? മറ്റേ പിതാവ് 5 വർഷം ഇരുന്നിട്ടുള്ളൂ. 1997 ആന്റണി പടിയറ പിതാവിന് ശേഷം വർക്കി വിധേയത്തിൽ പിതാവ്. അതിനുശേഷം വന്നിരിക്കുന്ന പിതാവ് ആരാ? ഇപ്പോഴത്തെ പിതാവ് മാർ ആലഞ്ചേരി പിതാവ്. ആലഞ്ചേരി പിതാവ് എന്നാണ് സ്ഥാനമേറ്റത്? ആർക്ക് പറയാം? 2011 ആലഞ്ചേരി പിതാവ് സ്ഥാനമേറ്റത്. അപ്പൊ എത്ര നമുക്ക് മേജർ ആർച്ച് ബിഷപ്പുമാരുണ്ടായിരുന്നു? ഉണ്ട് 3. മൂന്നാമത്തെ പിതാവിന്റെ കീഴിലാണ് നമ്മളിപ്പോ. ഈ കാര്യങ്ങൾ മനസ്സിൽ വെക്കണം. അടുത്തത് മാർപ്പാപ്പയുടെ പരമാധികാരം. ഇത് നിങ്ങൾക്ക് അറിയണം. നമ്മുടെ ഒരു ചോദ്യത്തിന് ഉത്തരം കൂടിയാണ്. പരമാധികാരം എന്നാണ് മാർപ്പാപ്പയുടെ പരമാധികാരത്തെ കുറിച്ച് ഞാൻ ക്ലാസ്സിലുണ്ടല്ലോ ഈ ഒറ്റ വാക്കിലുള്ള ചോദ്യത്തിന് ഉത്തരം ഞാൻ അധികം പറയുന്നില്ല, പഠിപ്പിക്കുന്നില്ല. ഇടയിൽ പറഞ്ഞു പോകുന്നുണ്ട്. മക്കളത് വായിക്കണം, പഠിക്കണം. ഇത് നിങ്ങളൊന്ന് നോട്ട്ബുക്കിൽ എഴുതി വെക്കണേ. മാർപ്പാപ്പയുടെ പരമാധികാരത്തെ കുറിച്ച് അത് ഒരു പഠനമായിട്ട്, ഒരു വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിച്ചത് എന്നാണ്? 1-ാം വത്തിക്കാൻ കൗൺസിൽ. 1-ാം വത്തിക്കാൻ സുനകദോസ് ആണ് മാർപ്പാപ്പയുടെ പരമാധികാരം ഒരു വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിച്ചത്. എന്തുകൊണ്ടാ മാർപ്പാപ്പയ്ക്ക് പരമാധികാരം എന്ന് പറയുന്നത്? മാർപ്പാപ്പ ആരുടെ സ്ഥാനത്തിരിക്കുന്ന ആളാ? 12 ശിഷ്യന്മാരുടെ നേതാവ് ആരായിരുന്നു? പത്രോസ് ലീഹ. ഈ പത്രോസ് ലീഹയുടെ അതേ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് മാർപ്പാപ്പ. അപ്പൊ ഈ മാർപ്പാപ്പയ്ക്ക് എങ്ങനെ അധികാരം കിട്ടിയത്? അതിന് കാരണം ഒന്ന് മാത്രമേ ഉള്ളൂ. പത്രോസ് ലീഹായെ തിരഞ്ഞെടുത്തപ്പോ ഈശോ എന്താ പറഞ്ഞത്? നീ പാറയാകുന്നു, ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ നിനക്ക് ഞാൻ തരും. അന്ന് ഈശോ ഏൽപ്പിച്ചു വെച്ചതാണ്. ആ ദൗത്യമാണ് മാർപ്പാപ്പമാർ തുടർന്നു കൊണ്ടുപോകുന്നത്. ഇന്നത്തെ നമ്മുടെ മാർപ്പാപ്പയുടെ പേരെന്താ അറിയാം? എല്ലാവർക്കും അറിയാം. കാരണം എല്ലാവരും ആകാംക്ഷയോടെ, ഒരുപാട് എന്താ പറയാ, സന്തോഷത്തോടെ നോക്കിക്കാണുന്ന, അഭിമാനത്തോടെ നോക്കിക്കാണുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ പരിശുദ്ധ പിതാവ്. നിങ്ങൾ ഈ വറ്റിക്കാൻ ലൈവ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഒന്ന് എടുത്തു നോക്കണേ. ഞാൻ പലപ്പോഴും അത്ഭുതത്തോടെ നോക്കി നിന്ന് പോയിട്ടുണ്ട്. കാരണം ഒരൊറ്റ രാഷ്ട്ര നേതാക്കന്മാരെ കാണാനും ഇത്ര തിക്കും തിരക്കുമില്ല. ഏത് സമയത്ത് വറ്റിക്കാൻ ലൈവ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയാൽ കാണാം എല്ലാ മനുഷ്യരും എപ്പോ ഇന്ന് ഉച്ചയ്ക്കാണ് കാണുന്നതെങ്കിൽ ഇന്നലെ രാത്രി മുതൽ ക്യൂ ആണ്, ടിക്കറ്റ് എടുത്ത് കാത്തു നിൽക്കുകയാണ്. ഈ ഒരു പിതാവിനെ കാണാനാ ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. എന്തിനാ ജനം ഇങ്ങനെ തിക്കി തരും? കണ്ടവര് വീണ്ടും വരികയാണ്, ഒന്ന് തൊടാൻ, ഒന്ന് കൈ കൊടുക്കാൻ, ഒന്ന് ആശീർവാദം മേടിക്കാൻ. നമുക്കും ഈശോ, എനിക്കറിയാം നിങ്ങളൊക്കെ ഭാവിയിൽ നിങ്ങൾക്കൊക്കെ അതിനുള്ള അവസരം ഉണ്ടാകുമെന്ന്. പരിശുദ്ധ പിതാക്കന്മാരെ നേരിട്ട് കാണും. അപ്പൊ ആ ഒരു സന്തോഷം പരിശുദ്ധ പിതാവിനെ കാണുമ്പോൾ, ഞങ്ങളുടെയൊക്കെ മഠങ്ങളിലെ വലിയമ്മമാര് ഈ പരിശുദ്ധ പിതാവിന്റെ ഫോട്ടോ എങ്ങനെ TV-യിൽ വന്നാ പിന്നെ വേറെ ഒരു സ്ഥലത്തേക്ക് അവർ നോക്കില്ല. അത് നമ്മുടെ ഈ പ്രായത്തിലെ കുഞ്ഞിലേ നമ്മുടെ മനസ്സിൽ കിടക്കുന്നതാണ്. നമ്മുടെ സഭയുടെ തലവനാണ് പരിശുദ്ധ പിതാവ്. അപ്പൊ ഈ പരമാധികാരം നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു ചോദ്യത്തിന് ഉത്തരമാണ്. കൃത്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഈ എങ്ങനെ, അതായത് പത്രോസ് ലീഹായിക്ക് ഏൽപ്പിച്ചു കൊടുത്ത അതേ അധികാരമാണ് മാർപ്പാപ്പ തുടർന്നു കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് ആ പരമാധികാരം എന്ന പദത്തിന് ഇത്ര അധികം പ്രാധാന്യം നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈശോ നേരിട്ട് അധികാരം കൊടുത്ത വ്യക്തിയാണ് പത്രോസ് ലീഹ. അപ്പൊ പത്രോസ് ലീഹായുടെ പിൻഗാമിയാണ് ആര് ഒന്ന് പറഞ്ഞേ? മാർപ്പാപ്പ. ഏത് മാർപ്പാപ്പമാര് വന്നാലും വിശുദ്ധ പത്രോസിന്റെ പിൻഗാമിയാണ്. അപ്പൊ നമ്മൾ നിങ്ങളുടെ 5-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കൂടിയാണ്. അപ്പൊ പ്രധാനപ്പെട്ടത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ 82-ാമത്തെ പേജ് എടുത്തേ മക്കളെ. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാം നിങ്ങൾക്ക് ഈ വചനമൊക്കെ കാണാണ്ടറിയാമെന്ന്. അതാണ് ഇവിടെ പറഞ്ഞ നീല മഷിയിൽ എഴുതിയിട്ടില്ലേ? അതായത് പത്രോസാകുന്ന പാറമേൽ സഭ സ്ഥാപിക്കുമെന്നും സ്വർഗരാജ്യത്തിന്റെ താക്കോല് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. അതൊന്ന് അടിവരയിട്ടെ എല്ലാവരും.
അതാണ് നിങ്ങൾ ഈ ചോദ്യത്തിന് ഉത്തരം എഴുതുമ്പോൾ ചോദ്യത്തിന് ഉത്തരം മാത്രമല്ല, നമുക്ക് ബോധ്യമുണ്ടാകണം. എൻ്റെ സഭ, എൻ്റെ അധികാരികൾ ഈശോയാൽ തിരഞ്ഞെടുക്കപ്പെട്ടതും അധികാരം ഏൽപ്പിക്കപ്പെട്ടവരുമാണ്. ഉന്നതത്തിൽ നിന്ന് അധികാരം ലഭിച്ചവരാണ്. പഠിച്ചിരിക്കണം, നമുക്ക് ബോധ്യമുണ്ടാകണം. പഠിച്ച് പരീക്ഷയ്ക്ക് നാളെയിൽ മറ്റന്നാൾ കടന്നു പോകും. പക്ഷേ ജീവിതത്തിൽ നിലനിൽക്കണം ഇതൊക്കെ. എന്നെന്നും ഉള്ളിൻ്റെ ഉള്ളിൽ അവരോടൊരു ബഹുമാനം ഉണ്ടായിരിക്കണം. കാരണം അത് ഈശോയുടെ കാര്യമാണ്, ഈശോ ഏൽപ്പിച്ചു കൊടുത്തതാണ്. ഒന്നാമത്തെ മാർപ്പാപ്പ ആരായിരിക്കും അപ്പോൾ? വിശുദ്ധ പത്രോസ്ലീഹ. അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ടാണ് ഇപ്പോഴാണ് നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ. രണ്ടുപേരുടെയും ഫോട്ടോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. നിറഞ്ഞ പുഞ്ചിരിയോട് കൂടിയാണ് രണ്ടുപേരും ഇരിക്കുന്നത്. ഈശോയുടെ അധികാരി. ഇനി ഇവരുടെ ദൗത്യം എന്താ? നമ്മളാ പണ്ട് പറഞ്ഞു തന്നെ, സ്ലീഹന്മാരുടെ ദൗത്യം ഒന്ന്, മെത്രാന്മാരുടെ ദൗത്യം ഒന്ന്. അത് തന്നെയാണ് നയിക്കുക, പഠിപ്പിക്കുക, വിശുദ്ധീകരിക്കുക. കാണാതെ പഠിച്ചില്ലേ? എപ്പോ ചോദിച്ചാലും പറയാൻ കിട്ടണേ. ഈ 3 ലെറ്റേഴ്സ് മനസ്സിൽ വെക്കുക. ഇനി നമ്മൾ പഠിക്കാൻ മെത്രാന്മാരുടെ ഒരു പുതിയ കാര്യമാണ് മെത്രാന്മാരുടെ സംഘാത്മകത. അതായത് സൂനകദോസ് എന്ന് കേട്ടിട്ടുണ്ടാകും. നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പേ സൂനകദോസുകൾ കടന്നുപോയി. ഇപ്പൊ സൂനകദോസില് ആകെ എത്ര സൂനകദോസ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 21 സൂനകദോസുകൾ നമുക്ക് കടന്നു പോയിട്ടുണ്ട്. മെത്രാന്മാര് മാർപ്പാപ്പയോട് ചേർന്ന് നിന്ന് ഉള്ള ഒരു സംഘാത്മകമായിട്ട് പ്രവർത്തിക്കുന്ന, സഭയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള പ്രബോധനങ്ങൾ നൽകാൻ, തിരുത്തലുകൾ നൽകാൻ വേണ്ടി സഭ കൂടുന്ന ആ സമ്മേളനത്തിന് പറയുന്ന പേരാണ് സൂനകദോസ്. ഇതാണ് നിങ്ങളുടെ പേജ് നമ്പർ 83 കാണാം. മാർപ്പാപ്പയോട് ചേർന്ന് മെത്രാന്മാരും കർദിനാളന്മാരും ഒക്കെ ചേർന്ന, അതാണ് എക്യുമെനിക്കൽ കൗൺസിൽ എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു പേരാണ് സാർവത്രിക സൂനകദോസ്. ഈ വാക്കുകളൊക്കെ നമ്മൾ പഠിക്കണം കേട്ടോ. കാരണം ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ, 1-ാം വത്തിക്കാൻ സൂനകദോസ് എന്ന് പറഞ്ഞില്ലേ, അതിനുശേഷം 2-ാം വത്തിക്കാൻ സൂനകദോസ് വന്നിട്ടുണ്ട്. 1-ാം വത്തിക്കാൻ സൂനകദോസിന്റെ പ്രത്യേകത എന്താ? ഇന്നത്തെ നമ്മുടെ ക്ലാസ് വെച്ച് നോക്കുമ്പോൾ എന്തായിരുന്നു? മാർപ്പാപ്പയുടെ പരമാധികാരം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ച സൂനകദോസ്. അപ്പൊ അത് നടക്കുന്നത് എവിടെയായിരിക്കും? റോമിൽ, വത്തിക്കാനിലായിരിക്കും. നമ്മുടെ ആസ്ഥാനം വത്തിക്കാനാണെന്ന് അറിയാലോ. നിങ്ങൾക്കറിയാം, എനിക്കറിയാം. നിങ്ങൾ ആ കാര്യത്തിലൊക്കെ വളരെ മിടുക്കന്മാരാണ്. അപ്പോൾ മാർപ്പാപ്പയും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എടുത്ത് 83 നീലമഷിയിൽ എഴുതിയതൊന്ന് വായിക്കണം. എന്ന് അടിവരയിട്ടാൽ മതി. നിങ്ങളുടെ 4-ാമത്തെ ചോദ്യത്തിന് ഉത്തരം കൂടിയാണത്. ഇവിടെ പറയുന്നുണ്ട്, മെത്രാന്മാരുടെ സംഘാത്മകത എങ്ങനെയാണ് പ്രകടമാക്കുക? മാർപ്പാപ്പയോട് ചേർന്ന് മെത്രാന്മാര് ഒരു കൂട്ടമായിട്ട് സഭയുടെ ശ്ലൈഹിക അധികാരം വിനിയോഗിക്കുമ്പോൾ അത് പ്രധാനപ്പെട്ടതാണ്. മാർപ്പാപ്പയോട് ചേർന്ന് മെത്രാന്മാരിൽ ഒരുമിച്ചിരുന്ന് സഭയുടെ ശ്ലൈഹിക അധികാരം, അത് മാത്രം ഒന്ന് അടിവരയട്ടെ. ശ്ലൈഹിക അധികാരം, സ്ലീഹന്മാർക്ക് കൊടുത്ത അധികാരം. നമ്മുടെ ഈ പാഠം ഇവിടെ തീർന്നു. ഈ പാഠം പഠിച്ചപ്പോൾ നമ്മൾക്ക് കിട്ടിയ ബോധ്യം, ഇന്നത്തെ ക്ലാസ് വഴി നമുക്ക് കിട്ടിയ ബോധ്യം. എന്തിനാ ഈ ബോധ്യം എന്ന് പറയും? ബോധ്യം ഉണ്ടെങ്കിലേ നമുക്ക് ജീവിതത്തിൽ നിലനിൽക്കൂ. അതുകൊണ്ടാണ് ഓരോ ക്ലാസ് കഴിയുമ്പോഴും നിങ്ങളുടെ ബോധ്യം, മനോഭാവം, ശീലം എന്നൊക്കെ പറയുന്നത്. എന്താ നമുക്ക് കിട്ടിയിരിക്കുന്ന ബോധ്യം? എന്താ? സീറോ മലബാർ സഭ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയാണ്. എഴുതി വെക്കണേ. നമ്മുടെ സഭ ഏതിൽ പെട്ടതാണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറയാൻ കിട്ടണം. അടുത്തത് മനോഭാവം. നമ്മുടെ അധികാരികളോട്, സഭയുടെ അധികാരികളോട് നമുക്കൊരു ആദരവുണ്ടാകണം, ഒരു ബഹുമാനം. നമ്മുടെ ശീലം എന്തായിരിക്കണം? നിങ്ങൾ ഇടയലേഖനങ്ങൾ കേട്ടിട്ടില്ലേ? പള്ളിയിലെ വികാരി അച്ഛൻ പ്രസംഗത്തിന്റെ സമയത്ത് ഇടയലേഖനം വായിക്കാറില്ലേ? ഞങ്ങൾ എന്താ ചെയ്യുക? ആ സമയത്ത് എന്തൊക്കെയോ അച്ഛൻ അവിടെ നിന്ന് വായിക്കുന്നു, നമ്മൾ അങ്ങോട്ട് തോണ്ടി ഇങ്ങോട്ട് തോണ്ടിയൊക്കെ നമ്മൾ ഇരിക്കാറുണ്ട്. ഇനി ഇരിക്കരുത്. ഇനി ഈ 8-ാം ക്ലാസ്സിലെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ സഭയെ കുറിച്ച് പഠിച്ചറിഞ്ഞ മക്കളാണ്. പരിശുദ്ധ പിതാവ് സ്ലീഹന്മാര് വഴി, മെത്രാന്മാര് വഴി നമ്മോട് സംസാരിക്കുന്നു. മെത്രാൻ നമ്മോട് സംസാരിക്കുന്നതാണ് ഇടയലേഖനം. അതുകൊണ്ട് പള്ളിയിൽ അതാണ് നിങ്ങളുടെ ശീലമാകേണ്ടത്. ഇടയലേഖനങ്ങളോടൊക്കെ ശ്രദ്ധിച്ച് കേൾക്കണം. പിതാക്കന്മാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇനി ഒരു ആക്ടിവിറ്റി തരാൻ പോവാണ്. ആക്ടിവിറ്റി എന്ന് നോട്ട്ബുക്കിൽ എഴുതിയേ. പരിശുദ്ധ പിതാവ്, ആലഞ്ചേരി പിതാവ്, നിങ്ങൾ അംഗമായിരിക്കുന്ന രൂപതയുടെ അതിരൂപത അധ്യക്ഷൻ, ചിലർ അതിരൂപതയുടെ കീഴിൽ തന്നെ ആയിരിക്കും. നിങ്ങളുടെ രൂപതാധ്യക്ഷൻ, സഹായമെത്രാന്മാരുണ്ട്, ഇവര് സ്ഥാനമേറ്റ വർഷം, അവരുടെ പേരുകൾ നോട്ട്ബുക്കിൽ ഒന്ന് എഴുതുവോ? എഴുതണേ. എഴുതിയിട്ടൊന്ന് ടീച്ചറിന് അയച്ചു കൊടുക്കണം. ചെയ്യണം. നമുക്ക് പഠിക്കണം. സഭയുടെ മക്കളായിട്ട് വളരണം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.